ഹലോ ഗുഡ് മോർണിംഗ് ദാസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേയിലെ കഥയൊന്ന് നോക്കിയാലോ. ഇന്നിപ്പോൾ 16/6/26 കേട്ടോ. അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് പോകാം. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഗംഗാധരമേനോനിട്ട് പൊരിക്കുകയാണ്. കാരണം അയാൾ പറയുന്നതിനൊന്നും ഒരു മറുപടി പറയാൻ ഒരു വാക്കുകളില്ലാണ്ട് അയാൾ അങ്ങനെ ആകെ അടിപതറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എനിക്കൊന്നറിയേണ്ടത്, നിങ്ങളുടെ പെങ്ങളെ പറ്റിച്ച് പോയ ഒരുത്തനുണ്ടല്ലോ, പെങ്ങൾക്ക് ഒരു ട്രോഫി കൊടുത്ത് പോയ അവൻ എവിടെയാണ്, എവിടത്തുകാരനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ബാലചന്ദ്ര, അതൊക്കെ ഒരുപാട് വർഷം മുന്നേ നടന്ന സംഭവങ്ങൾ. ഇനിയിപ്പോൾ അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരണോ? വേണം, കുത്തിപ്പൊക്കി കൊണ്ടുവരണം. അലീന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അവൾ ഇത്ര കാലം അവളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു, പക്ഷെ അവൾക്കൊരു നീതി അവിടുന്ന് കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കാലം അവളുടെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അവിടുന്ന് അവൾക്ക് നീതി കിട്ടുമല്ലേ എന്നറിയാലോ. അതുകൊണ്ടാണ് എനിക്ക് അയാളുടെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ എന്ന് തീർത്ത് പറയണം. അപ്പോൾ പറയും, പിന്നെ നീ ഇങ്ങനെ പിടിവാശി പിടിക്കല്ലേ ബാലേന്ദ്ര. പിടിക്കും, ഞാൻ പിടിവാശി പിടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണെങ്കിൽ ഗംഗേട്ടാ, ഞാൻ നിങ്ങളെ പെങ്ങളുണ്ടല്ലോ അവളെ വിളിച്ച് ചോദിക്കാം എന്ന് പറയാണ്. അപ്പോൾ പറയും, നീ ഇങ്ങോട്ട് പോകുന്ന വരെ അവൾക്കറിയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അവൾ ഇവിടെ അല്ലല്ലോ, അവൾ കൊല്ലപ്പള്ളിയല്ലേ താമസിക്കുന്നത്. എനിക്കിപ്പോൾ അവളോട് ചോദിച്ച അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾ തരുന്നോ ഞാനത് അവളെ വിളിക്കണോ എന്ന് വെച്ചിട്ട് ഇയാൾ ഫോൺ എടുക്കാണ് ബാലചന്ദ്രൻ. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയണ, വേണ്ട എടുക്കണ്ട, ഞാൻ പറയാമെന്നറിയാം. എങ്കിൽ പറ, അയാൾ എവിടെയാണ്, ഏത് നാട്ടുകാരനാണെന്നൊക്കെ എനിക്ക് അറിയണം, എങ്കിൽ എന്ന് പറയാം. അപ്പോൾ പറയും അയാൾ, പിന്നെ അയാളുടെ പേര് സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. സ്റ്റാൻലി ജോസഫ് വയ്ക്കുമ്പോൾ ഇയാളിങ്ങനെ നോക്കുകയാണ്. അതെ, അയാളുടെ നാട് പുനല്ലൂരാണ്, പത്തനാപുരം പുനല്ലൂരാണ് എന്ന് പറയും. അപ്പോൾ പറയും, ഓ അത് ശരി, അതിന് വേറെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അഡ്രസ്സ്, ആരുടെ മകനാണ് അയാൾ എന്നറിയാം. അപ്പോൾ ഒരു ഔതക്കുട്ടി, കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മോനാണ് എന്ന് പറയാണ്. അപ്പോൾ പറയും, ശരി, ഓക്കെ, ഇനി ഞാൻ അയാളെ ഒന്ന് പോയി കാണട്ടെ, അവളേനെ അവിടെ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ, അത് വേണോ ബാലചന്ദ്ര? അയാളും കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയല്ലേ, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവളെ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഞാൻ അപ്പോൾ പറയും, പ്രശ്നമാവില്ലെന്നോ? പ്രശ്നമാവട്ടെ, ആവട്ടെ, എൻ്റെ കുടുംബം തകർന്നില്ലേ? അല്ല, അതൊരു കുടുംബം, അവരും കുടുംബം സന്തോഷത്തോടു കൂടി നിൽക്കല്ലേ. ബാലചന്ദ്രനും നമ്മുടെ ഗംഗേട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഇനിയിപ്പോൾ അവളെ ആ ദുരിതത്തിലേക്ക് കൊണ്ടുവിടണോ? ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ അവൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കാം, അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കെങ്കിൽ അയക്കാം, അവൾക്ക് എന്താ വേണ്ട ചേച്ചി, അവൾക്ക് വേണ്ടി ഒന്നിനും ബുദ്ധിമുട്ടുണ്ട്, എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും, അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലെങ്കിലോ? അപ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ എന്തായാലും പോയി നിൽക്കുക, എത്ര കാലം ഇവിടെ നിന്നില്ല, ഇനിയിപ്പോൾ അയാളുടെ വീട്ടിലും പോയി നിൽക്കണം. അങ്ങനെ പെങ്ങൾക്ക് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ അയാൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട, അയാളും അറിയട്ടെ അപമാനവും മാനക്കേടും എന്തൊക്കെയാണെന്ന് അയാളും അറിയട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുക, അവരൊരു കുടുംബമായിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബവും ചിന്ന ഭിന്നമായി പോവില്ലേ എന്നൊരു ആശങ്ക ഗംഗാധരമേനോനുണ്ട്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ കയറുകയാണ്. പറയും, എൻ്റെ കുടുംബം നശിച്ചു പോയില്ലേ, നാനാ വഴിക്കായില്ലേ, അതിനൊന്നും നിങ്ങൾക്ക് സങ്കടമില്ല അല്ലേ? അവൻ്റെ കുടുംബം നശിച്ചു പോകുന്നതിനാണ് നിങ്ങൾക്ക് വിഷമം അല്ലേ? കൊള്ളാം 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഒരു ചെയർ വലിച്ചിട്ടിട്ട് അതിലിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ്, എനിക്ക് എന്തും ആയിക്കോട്ടെ അല്ലേ, എല്ലാം സഹിക്കുന്നവനാണല്ലോ ഞാൻ. അപ്പോൾ അതങ്ങനെ വേണ്ട, എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടണം, എനിക്കിന്ന് അന്വേഷിച്ച് പോകണമെന്ന് പറയാണ്. അപ്പോൾ ഇത്രയും എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അതിൽ ഔതക്കുട്ടിയുടെ അമ്മയുടെ പേര് അന്നമ്മ എന്നോ എന്തോ ആണ്, അവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയും, വേറെ നിങ്ങൾക്കൊന്നും അറിയില്ലേക്കുമ്പോൾ, ഇല്ല എനിക്കൊന്നും വേറൊന്നും അറിയില്ല, പിന്നെ ഇപ്പോൾ കേണലായിട്ടാണ് റിട്ടയർ ആയത് എന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേ ഇത് വൈജയനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. വൈജയുടെ കാര്യം തന്നെ എനിക്കറിയില്ല, കാരണം വൈജ എന്താണ് ഏതാണ് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവിടുന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിള്ളേരെയാണ്. പിള്ളേർ ഒക്കെ കൂടെ ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട് കുറേ. അപ്പോൾ അലീനയും ബബിതയില്ല, ബാക്കി കൃഷ്ണമോളും
രേവതിക്കുട്ടിയും അതുപോലെ രോഹിത്തും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പോയടുത്ത് ഇവരങ്ങോട്ട് കൈ കഴുകാൻ തന്നെ പോയത് അതോ കുളിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്ത്. അപ്പോഴേക്കും മറ്റേ നമ്മളുടെ ഗ്രേസമ്മ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ല നിങ്ങളെവിടെ പിള്ളേരെ, നിങ്ങളിങ്ങോട്ട് വരാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഇതാ വരും അരമണിക്കൂറിന് ഉള്ളിലെത്തും, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം വാ, മാമച്ചായ ഇവിടെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളതിനെ, നിങ്ങൾ പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞു. ഇതാ എത്തി, അരമണിക്കൂറും കൊണ്ട് എത്തി എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി രോഹിത്ത് ഏത് നേരം ഓരോന്ന് പറഞ്ഞ അടിയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് നേരം നോക്കുമ്പോൾ രണ്ടും കൂടെ അടിയാണ് കേട്ടോ. അപ്പോൾ പറയും പിന്നെ വാതിൽ ഡ്രൈവർ എന്താണ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മാറി നിൽക്കുമോ, ഞാൻ ഈ ഡോറൊന്ന് തുറക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഡോറ് തുറന്ന് രോഹിത്ത് കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്ന പിള്ളേർ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. വീട്ടിലെത്തുന്ന സമയത്ത് പിന്നെ എന്താ നിങ്ങൾ ഇത്ര വൈകി, വീട്ടിലെത്തുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിലും വൈകും സാധാരണ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ, അങ്കിളും ആൻറ്റിയും കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല, ലേറ്റായിട്ടാണ് പിന്നെ വീട്ടിൽ കയറാറുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഇന്നിപ്പോൾ അവരില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയണം. അങ്ങനെ ഇവരൊക്കെ കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വൈകിയോ എന്നൊക്കെ ചോദിക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവർ പോരുകയാണ്, പിന്നെയും പിള്ളേർ പോരുകയാണ്. കാരണം ഇവിടേക്ക് പോകണമല്ലോ, കൊല്ലത്ത് ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് പോകണം ഇവർക്ക്. അപ്പോൾ പിന്നെ ഇവർ നേരത്തെ കിടക്കാൻ പറയും. വന്ന ഉടനെ പിന്നെയൊക്കെ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് ചെല്ലുന്നത് വീട്ടിൽ, മാമച്ചനും ഗ്രേസമ്മയ്ക്കൊക്കെ കൊടുക്കാൻ ഫുഡൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ബാലചന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി ബാലചന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരും, ഹോട്ടലിൽ നിന്ന് ഇറങ്ങല്ല പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇയാളുണ്ടല്ലോ മറ്റേ നമ്മളെ ഗോവർദ്ധൻ സുഖമായിട്ട് കറന്ന് ഉറങ്ങുക. അപ്പോൾ ഇയാൾ കുളിയൊക്കെ കഴിഞ്ഞ് ഷർട്ട് മുണ്ടൊക്കെ മാറ്റി വന്നിട്ട് ഇവനെ ഇയാളെ വിളിക്കുക, ഗോവർദ്ധനുണ്ട്, ഗോവർദ്ധൻ എഴുന്നേക്ക് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ആയോ എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുക. പറയും അയ്യോ ബാലേട്ടാ കുറേ നേരമായോ എഴുന്നേറ്റിട്ട് വയ്ക്കുമ്പോൾ, നേരെ വെളുത്തിട്ട് കുറേ നേരമായി, അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു, ഇന്നലത്തെ ഹാങ് ഓവറാണ്ട് വിട്ടിട്ടില്ല അല്ലേ എന്ന് പറയും. അതല്ല ബാലേട്ടാ ഞാൻ അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി, നല്ല സുഖമല്ല, ഊട്ടിയിലെ തണുപ്പിൽ സുഖമായിട്ട് കടന്ന് പുള്ളി ഉറങ്ങുകയാണ്. അപ്പോൾ പറയും അറിഞ്ഞില്ല, ഇന്നലെ 2 അടിക്കണം എന്ന് ചോദിച്ച് പോയതാണ്, പക്ഷേ ഈ തണുപ്പത്ത് 2 അടിച്ചാലൊന്നും അവർ പറഞ്ഞിട്ട് ഒന്നും കൂടെ അടിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല, വന്നതും കിടന്നതൊന്നും ഓർമ്മയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് ഇതേ ആ ഫ്ലാസ്കിൽ ബ്ലാക്ക് ടീ ഇരിക്കുന്നത് അത് പെട്ടെന്ന് കുളിച്ചിട്ട് വാ, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയണേ. അപ്പോൾ ഓക്കെ ബാലേട്ടാ എന്ന് പറയുന്നുണ്ട് അയാൾ. അങ്ങനെ അയാൾ പിന്നെ ഇവർ തിരിച്ച് പോരുന്നതാണ് കാണുന്നത്. അതിനിടയ്ക്ക് പിള്ളേരെല്ലാവരും കൂടെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് കൊല്ലത്ത് ഇപ്പം തന്നെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മാമച്ചൻ പറഞ്ഞിട്ട് ഇപ്പം തന്നെ സമയം 7:30 നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കുക, അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നേരെ ഒരുപാടാവും എന്ന് പറയും. അപ്പോൾ പറയും അങ്കിളും ആൻറ്റിയും കൂടിയും വരികയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ പറയും 150 കിലോമീറ്ററാണ് ഇവിടുന്ന് കൊല്ലത്തേക്ക്, 150 കിലോമീറ്റർ ഓടണം. അപ്പോൾ പിന്നെ അതുപോലെ തിരിച്ച് 150 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടണ്ടേ, 10-300. അപ്പോൾ അപ്പോഴേക്കും ക്ഷീണമാവും മോനെ, എനിക്കും വല്ലാതെ ക്ഷീണമാവുകയാണെന്ന് പറയും. അപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമാവും, അതുകൊണ്ടാണ് മക്കളെ വന്നു കഴിഞ്ഞാൽ മാമച്ചായന് സുഖമില്ലാത്തതല്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം, അല്ല അതൊക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഒരിക്കലാവട്ടെ നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ പറയും മാമച്ചൻ പറയും, ചിന്നുമോളേനെ ആരും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്തേക്കരുത് കേട്ടോ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവളെ ഇതുപോലെ പോയി കാണാൻ പറ്റില്ല എന്നറിയും. അപ്പോൾ അലീന പറയും അതല്ല, അത് ഞങ്ങൾ ത്യാഗഭവനത്തിലെ സ്നേഹതീരോ എന്തോ ആണല്ലോ അലീനയൊക്കെ നിന്ന്, അടുത്തൊരു സിസ്റ്ററുടെ ആണ് അവളെ കൊടുത്തത്, അവരുടെ അനുവാദം അല്ലാണ്ട് ചിന്നുമോളെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി, എന്തായാലും അവളെ കൊടുക്കണ്ട, അവളവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ മാമച്ചനും ഗ്രേസമ്മയും പറയുകയാണ് എന്ന് പറയും. ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ പക്ഷേ ഈ 150 കിലോമീറ്ററൊക്കെ രോഹിത്തേട്ടൻ ഒറ്റയ്ക്ക് ഓടിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എടി നമ്മൾ പാലയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ 80 കിലോമീറ്ററോളം ഉണ്ട്, അപ്പോൾ അതിലും കൂടുതലൊന്നുമില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല ഞാൻ ഓടിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കുട്ടികളൊക്കെ കൂടെ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ സിറ്റൗട്ടിൽ നിന്നിട്ട് ഇവർക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ രോഹിത്തിൻ്റെ കൂടെ രേവതിക്കുട്ടിയാണ് മുന്നിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇവർ പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനും ഗംഗാധരൻ ഗോവർദ്ധനും
രണ്ടുപേരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോകുന്ന സമയത്ത് താ ഉഷാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയാളാണ് ഗോവർദ്ധനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ തണുത്ത വെള്ളത്തിലൊരു കുളിയാണ് കഴിഞ്ഞപ്പോൾ സുഖമായി ബാലേട്ട എന്ന് പറയുന്നുണ്ട്. അതാണ് അപ്പോൾ ആ കെട്ടൊക്കെ അങ്ങോട്ട് വിട്ടോളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അയാൾ. അപ്പോൾ അയാൾക്ക് നല്ല ഇഷ്ടമാണ്, ബാലേന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, ഇന്നലെ കേണൽ വന്നിട്ട് ഗംഗാധരേട്ടൻ വന്നിട്ട് കണ്ടില്ലേ ചോദിക്കുമ്പോൾ പിന്നെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് എന്ത് പറഞ്ഞു, ബാലേട്ടൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഗംഗാധരമേനോൻ കേണൽ തന്ന ചാവിയും കൊണ്ടാണ് നമ്മളിപ്പോൾ പുനലൂർക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പുനലൂർക്കാണോ പോണിക്കുന്നത്, പിന്നെ നമ്മളിനിപ്പോൾ പുനലൂർ പോകണം. പുനലൂർ പോയിട്ട് ചിലരെ കാണാണ്ട് അയാൾ തന്ന ചാവിയും കൊണ്ടാണ് ആ കുടം തുറക്കണ്ടേ, ആ കുടത്തിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ കൂടെ അടച്ചു വെച്ചൊരു ഭൂതമുണ്ട്. അതിനെ തുറന്നു വിടണമെങ്കിൽ ആ കുടത്തിൻ്റെ പിന്നെ ആ ചാവി എൻ്റെ കയ്യിലാണ് കിട്ടിയേക്കെന്ന് അറിയും. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ ഇയാളെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ടൻ എന്താണ് ഈ പറയുന്നത്, ഒരു കടങ്കഥ പോലെയാണ് തോന്നുന്നത് അറിയും. കടങ്കഥയൊന്നുമല്ല ഗോവർദ്ധൻ, നമുക്ക് കുറേ പറയാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് തന്നോട് പറയാം എന്നറിയാം. അപ്പോൾ ശരി ബാലേട്ട, അറിയാം, നമുക്ക് നേരെ പുനലൂർക്ക് വിടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ പുനലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇവിടെ ഈ പിള്ളേർ, അതായത് അലീന ആൻഡ് ടീം, അവരൊക്കെ കൂടെ കാറിൽ പോവുക. അപ്പോൾ പിന്നെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, വഴി നമ്മൾ കുറേ നേരമല്ലോ പോന്നിട്ട് വഴി തെറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ നേർവഴി തന്നെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ വീര എന്ന് പറയുന്നത് രേവതിക്കുട്ടി മറ്റേ നമ്മളുടെ രോഹിത്തിനോട്. അപ്പോൾ അലീന അങ്ങനെ നോക്കുന്നുണ്ട് ദേഷ്യം പിടിച്ച പോലെ. അപ്പോൾ പറയും, ഞാനല്ല നേർവഴി ഇതാക്കിയത്, ഹരിമോനുണ്ടല്ലോ, ഹരിമോനല്ലേ നേർവഴി നടത്തി അവസാനം കൊണ്ടുപോയി ചടിച്ചത്, ഞാനങ്ങനെ ആരെയും കൊണ്ടില്ലൊന്നും ചാടിക്കില്ല എന്നൊക്കെ അങ്ങനെ ഇവള് പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക രേവതിക്കുട്ടി, എന്തൊരു വർത്തമാനം ഇതെന്ന് പറയുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞതിനെന്താ തെറ്റ്, അരിമോൻ്റെ കൂടെ കൂടിയിട്ടല്ലേ പോയി കുണ്ടിലൊക്കെ ചാടിയത്. അപ്പോൾ മറ്റേ നമ്മളുടെ രോഹിത്ത് പറയും, അവിടെ പറയട്ടെ ചേച്ചി, അതിൻ്റെ വായ പിന്നെ എന്താണ് കൂട്ടിക്കെട്ടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ രണ്ടും കൂടെ ഇപ്പോൾ ഇവരിങ്ങനെ ചെറുക്കി ബബിതയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, കാരണം ഇവർ തമ്മിത്തല്ല് കാണുമ്പോൾ. അപ്പോൾ ബബിത അലീനയും പെൻസിറ്റിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ കൃഷ്ണജയനെയും തട്ടിയിറക്കുകയാണ് ഇവർ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ചിന്നുമോളുടെ അടുത്തേക്ക്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ചിരിക്കുന്നു ഒക്കെ ഉണ്ട്. ഒരു രേവതിക്കുട്ടിക്ക് ഇറക്കിയിട്ട് രോഹിത്ത് ഓരോ തട്ടുന്നുണ്ട്. രേവതിക്കുട്ടി ഇടയ്ക്ക് രോഹിത്തിനെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ ഇവരുടെ ത്യാഗഭവനത്തിൽ ചെല്ലുന്നതാണ് കാണുന്നത്. പിന്നെ ചിരുമോളയും കുട്ടി ഇവരെല്ലാ പിള്ളേരും കൂടെ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നതും കളിക്കുന്നതും ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അതാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങളാരും മിസ് ചെയ്യേണ്ട സീരിയൽ കാണുക. അതുപോലെ എൻ്റെ കഥ കുറേ ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ കഥയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കയറി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഞാനൊന്ന് നിർത്തിയിടും. അതൊക്കെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.